നമുക്കൊരു പൈസ കൊടുത്താലോ? അയാൾക്കും കൊടുക്കും, ഏത് കാക്കാക്കും കൊടുക്കും, കാക്കാക്കും താത്താക്കും എല്ലാവർക്കും കൊടുക്കും. നോമ്പൊക്കെ വരുന്നേ കാക്കാക്ക് കൊടുക്കും. ഒന്ന് ചുണ്ടിഞ്ചിനൊക്കെ നടക്കുകയാണെങ്കിൽ എന്റെ ചെറിയ ഈ കുട്ടികളൊക്കെ കുഞ്ഞുകോയക്കാരെ കാണാൻ പേരാണ്, അന്നെ കാണാൻ പേരല്ല. ആ ആ ആ കാണില്ലേ? കാക്കാട്ടി ഞാൻ കാണില്ലേ? ഇല്ലേ? ആ കാക്കാന് ഈ കുപ്പായിച്ചു തരുമോ? അത് നമ്മളെ കാണാൻ വന്നതാണ്. നമുക്ക് ഈ പജ്ജിനെ കൊണ്ടുപോകല്ലേ, ഈ അച്ചപ്പ് പജ്ജ് അല്ലേ? കുഞ്ഞുകോയക്കാനെ കാണാൻ വന്നാന്ന് പറയാം. എത്ര നിങ്ങളെ പേരില് പറഞ്ഞ? 6 ഈ കുട്ടി ഇന്നെ കാണാനായിട്ട് വന്ന മനസ്സാ, ഇന്നെ കാണാൻ വേണ്ടി വന്നാണ്. കാണല് പറഞ്ഞെടുക്ക. അങ്കിലവാടി പോണില്ലേ? പൈക്കച്ചവടം പഠിച്ചെടുത്തോ. അതുകൊണ്ടേക്കാ താമസം നല്ല ജാതി കാണാൻ വേണ്ടി വന്നോ? ഞായറാഴ്ചയൊക്കെ വന്നപ്പോ തിരക്ക് വേണ്ടി ഇയാളെ കാണാൻ കണ്ടിച്ച്. ഇന്നേ എന്താ കുറിച്ച് ഞാൻ പറഞ്ഞതാ. സത്യം പറയാ, 30 ചാക്ക് പെട്ടെന്ന് കജ്ജിന് ഇതാണ്. അല്ല, കൊമ്പ് നീണ്ടത് മുറിച്ച, കൊമ്പ് വലുതായത് മുറിച്ച. ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? മൂക്ക് കുത്തുക. പിന്നെ അഥവാ ലാടം പറിച്ചുണ്ടെങ്കിൽ കെട്ടി തള്ളിയിട്ട് കൊടുക്കുക, അത് പറിച്ച. ഇതൊക്കെയാണ് ചങ്ങായിന്റെ പണി. അത് ശരി, എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുക്കൂല. ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള പണിയാണ്. ആ അപ്പൊ ഇത് മേത്ത് കെട്ടിനൊക്കെ നോക്കി, അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നേരാക്കി ഓരോന്നിനും ഓരോ പൈസയാണ്. ലാടം പറിച്ച് പൈസ കുറച്ച് പ്രത്യേകതയാണ്. അതിനെ കെട്ടി തള്ളിയിട്ടിട്ട് ഒക്കെ നേരാക്കിയിട്ട് വേണം. അപ്പൊ അതിനൊക്കെ പൈസ കൂടും. കൊമ്പേരാക്കലും ലാടം പറിക്കലും കുളമ്പ് ചെറുതാക്കലൊക്കെ 500 കിലോ അത് ഒന്നുമില്ല കേട്ടോ. 500 രൂപ മൂര തള്ളിയുടെ കയറ് ചൂണ്ട് കേട്ടോ. ഈ കയറോ കൊണ്ടിക്കോളിട്ടോ. കൊണ്ട കൈനീട്ടം കൊണ്ട ബിസ്മില്ലി കൈനീട്ടം നിങ്ങളാ പറഞ്ഞുണ്ട്. 10 ചോട്ടിക്ക് ഇതിനോ? അരപ്പഞ്ചിനോ? നമുക്ക് അങ്ങനത്തെ ഒന്നും എവിടുന്നാണ് ഇതിനെ 10 രൂപ കിട്ടും? ആയിക്കോട്ടെ. നാളെ തൊത്തിൽ പറിച്ചു പോയിക്കണ്ടല്ലോ, ഒക്കെ ഫുള്ള് കൊണ്ടുപോയി കെട്ടിക്കോ. വെയിലൊളിച്ചാൽ ഇനി വരാണ്ടോ? രാവിലെ ഇറക്കി കെട്ടും, ഒക്കെ ഇറക്കി കെട്ടും. പക്ഷെ നല്ല നല്ല ബൈക്കുകളുണ്ട്. പറയാനോ വലിയ ബൈക്കുകളുണ്ട്, ചെറിയ കായിൻ്റെ, വലിയ കായിൻ്റെ, വലിയ വലുതും. വലിയ വഞ്ചിന്റെ കച്ചവടം ഇപ്പൊ പെട്ടെന്ന് നടക്കൂല. അതിന് ചെറിയ കായിന് ചക്കരി ബൈക്ക് നടക്കും. പിന്നെ ഇപ്പൊ ആൾക്കാർ ഇനി നൂൽമ്പ ചേട്ട അങ്ങോട്ടെ അങ്ങോട്ടെ എന്നൊക്കെ പറയും. നൂൽമ്പിന് കുറെ ആൾക്കാരൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. ഈ വലിയൊരു ഇനിയിപ്പോ 1/2 കിലോ ഇറച്ചി, അതാ വാടല് എന്തായാലും വേണ്ടില്ല. അത് ഒന്ന് തിളപ്പിച്ച് നല്ല സാധനത്തിൽ മക്കളെ തിളക്കുമ്പോ 1 കിലോമീറ്റർ അകലത്തേക്ക് ഒരു ഇറച്ചിന്റെ വാസന വേണം. അതാണ് ഇറച്ചി. അത് നാടൻ കന്നിനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ കന്നുണ്ട്. വലിയ മൂര കാണിച്ചാ ആ കിടക്കുന്ന മൂര്യതാ അതിന് വരും. അത് വാസന. മറ്റേതൊന്നും ഒരു നിരപ്പുണ്ടി കലത്തുനിന്ന് ഇങ്ങനെ നമ്മൾ കലക്കൽ വെള്ളത്തിൽ നൊര വരൂലേ എന്ന മാതിരി നൊര മാത്രം ഉണ്ടാവും. ഇറച്ചി ഏതാന്ന് വെച്ചാല് നല്ല ഇറച്ചിക്ക് നമ്മൾ തിളക്കുമ്പോൾ ഇറച്ചിക്ക് ഒരു വാസന വരും. ആ ഇറച്ചി ഉസുറുമ്പുളി തിന്നാൻ പറ്റും. അതന്നെ. മറ്റേ നല്ല ചായപ്പൊടി 1/2 ഗ്ലാസ് എരുമപ്പാല് വെള്ളം വെച്ചിട്ടേക്ക് വരിക, ചായപ്പൊടിയൊക്കെ ഇട്ട് തിളക്കുക, ഒരു ലേശം പഞ്ചാരി ഇട്ടിട്ട് ആ ചായ കുടിച്ചാൽ എന്റെ കജിന്റെ കൂടി ഇങ്ങനെ കിട്ടും. എരുമന്റെ പാലാണ് അത്. അങ്ങനത്തെ എരുമന്റെ അതാണ് എരുമപ്പാലിന്റെ പവർ മക്കളെ. എരുമപ്പാലിന്റെ പവർ അതാ. പൈപ്പാൽ അതിന് പറ്റില്ല കേട്ടോ. പൈപ്പാല് പറ്റും. ഇതുവരെ ഈ ചേടപ്പച്ചിന്റെ അല്ലല്ല, ചേടപ്പച്ചി പൈപ്പാല് മരുന്നാണ്. എരുമപ്പാല് നെജ്ജുകൂടൊക്കെ എരുമപ്പാല് കൊണ്ട് തൈരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 കിലോ അരി കൊണ്ടുള്ള ചോറൊക്കെ ചോദിച്ചു. എരുമപ്പാലിന്റെ തൈര് വേണം. ഇത് ഈ കണ്ണിക്കട്ട എന്താ സംശയം? എരുമ വാങ്ങിയ വെള്ളം വേണം. അതുമല്ല പാലിറ്റിക്കാനൊന്നും പോലാക്കാൻ പറ്റില്ല. നമ്മ ആവശ്യത്തിന് ചായ ഉണ്ടാക്കാനും തൈര് ഉണ്ടാക്കാനും. തൈരൊക്കെ ഉണ്ട്. എരുമപ്പാലൊക്കെ തൈരുണ്ടാക്കുന്ന മനസ്സാ. പിന്നെ മനസ്സിൽ ചോറ് വെച്ച് ചടത്തൂല.
എവിടെ കാക്കാനൊക്കെ ഇതൊന്നും ചെല്ലോ കൊണസ്റ്റൊന്നും ചെല്ലോ സർവത്ത് വരി. ഓര് 2 നേരം വേണമെങ്കിൽ ഇരുന്ന് കറന്നിട്ട് കൊണ്ടുപോയാൽ മതി, കണ്ടീന് കൊണ്ടുപോകും വേണ്ട. അത്ര റാത്തുള്ളായിക്കില്ല. ഫസ്റ്റിലെ പ്രസവമാണേ, നല്ല സിന്ധിയും ജയ്സിയും കൂടിയിട്ടുള്ള പൈക്കുട്ടിയ. കറക്കാനൊക്കെ ഏത് കുട്ടികൾക്കും പോയിട്ട് കറക്കാൻ പറ്റിയ പൈക്കുട്ടിയ. ഈ പാത്രം വെച്ച് 2 ഏക്കർ വേണമെങ്കിൽ കറക്കാം. ഫസ്റ്റിലെ പൈക്കുട്ടി ഇങ്ങനെ കറക്കണമെങ്കിൽ എന്താ കറക്കാൻ സുഖം എന്നാ. അപ്പൊ കുട്ടി കുടിച്ച് കഴിഞ്ഞ് മതിയായിട്ടാ ഈ കറക്കണേ. നമ്മളിവിടെ താങ്ങി നിർത്തിക്കാണ്ട് ഇതായിട്ടുള്ള പരിപാടിയില്ല. 2 നേരം കറന്നിട്ടുള്ള കച്ചവടമുള്ളൂ. നാളെ ചന്തയാണല്ലോ പോടെ. ചിലവരിപ്പോ കറക്കാതെ ഇങ്ങനെ താങ്ങി നിർത്തി. നമ്മളിപ്പോ ആ ടൈം വന്നപ്പോ നമ്മൾ കറക്കണത് നമ്മളിവിടെ സ്ഥിരം ഉണ്ട്. അപ്പൊ എന്താ നമ്മളിവിടെ അങ്ങനെ താങ്ങി നിർത്തിക്കാണ്ടുള്ള കച്ചവടം തോന്നുന്നു നമ്മൾ വെക്കൂല. ഞാൻ 80 ഉറുപ്പിക ചോദിച്ചത് പൈക്കുട്ടി ഫസ്റ്റിലെ പ്രസവം. അതിന്റെ കോലം പോലൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കുക. ഒറിജിനൽ സിന്ധിയും ജേഴ്സിയും കൂടില്ല പൈക്കുട്ടി. കറന്ന് പഠിച്ചാൻ പറ്റിയ പജ്ജ. കറക്കാനേ അത്ര സുഖ പജ്ജ. നല്ല അച്ചപ്പ് വയ്ക്കുന്നുണ്ട്. അതിന് കുട്ടിയുണ്ട്, നല്ലൊരു അച്ചപ്പ് കുട്ടി. അത് 2ാം പാറ ആ പജ്ജി. അപ്പൊ ഒന്ന് കൊടുന്നിട്ടുള്ളൂ. ഫസ്റ്റിലെ പ്രസവമാണത്. ഇതിവിടെ നാട്ടിൽ നിന്നാണ്, ചന്ത പൈക്കളല്ലത്. ചന്തീന്നോ പൊന്തീന്നോ വന്ന പൈക്കളല്ല. ഒക്കെ നാട്ടും പുറത്ത് കൂടി പോയിട്ട് വാങ്ങണത്. കുട്ടി പൈക്കുട്ടി പുണ്ണാക്കൊന്നും കൊടുക്കൽ തുടങ്ങിയിട്ടില്ല പജി. പുണ്ണാക്കും ഇതൊക്കെ ഇട്ട് കൊടുക്കാനും പജി ഇതല്ല കറക്ക. കുട്ടി കുടിച്ച് ഫുള്ള് കുടിച്ച് കഴിഞ്ഞ് മതിയായിട്ടാണ് ഇപ്പൊ കറക്കണത്. ബാക്കിയുള്ള നമ്മളിപ്പോ ശരിക്കും കറവ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അല്ല കരം. അപ്പൊ അതിനെ കുട്ടി കുടിച്ച് മതിയായിട്ടാണ് അപ്പൊ നമ്മളീ കറക്കണത്. ഇവിടെ ആളില്ലെങ്കിൽ ഇപ്പൊ നമ്മള് കുട്ടികളെ കേട് തീരുവരില്ലല്ലോ. അതോ എരുമപ്പോലും വരിക. അല്ല 80 ഉറുപ്പിക ചോദിച്ചത്. അതിന്റെ ടീമേരെ പയ്യ വേണമെന്ന് പറഞ്ഞ ആവശ്യക്കാർ വരികയാണെങ്കിൽ നമ്മള് കൊടുക്കും. പക്ഷെ അതിന് നാട്ടിൽ പെറ്റുണ്ടായ കുട്ടിയാ. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ മുതലാണ് അത്. താഴെ ചന്തീന്നോ പൊന്തീന്നോ വന്നല്ല, നാട്ടിൽ തേങ്ങി വരും. അതാ പറയാൻ. അതിന് നമ്മൾ വിലയും കൊടുക്കണം. ഏത് നാട്ടും പുറത്തൊരു പജ്ജ് പറ്റാലേ 90,000 ഉറുപ്പിയൊക്കെ വില പറഞ്ഞു. എന്താ ഈ പാലിന്റെ കനം നോക്കണേ. ഇതാണെങ്കിൽ ഇത് പാലാണ് ലൈവായിട്ടാണ് കാണിച്ചു കൊടുക്കണേ. പജ്ജി ഇനി കുപ്പി കൊണ്ടുവരാന്നാ പറയണത്. നടക്ക് പറയാ. പൈപ്പാലിന് ഗ്ലാസ്സിന് 40 ഉറുപ്പിട്ട്, അല്ല 1 ലിറ്ററിന് 45 ഉറുപ്പിട്ടുമ്പോ എരുമപ്പാലിന് 90 ഉറുപ്പിട്ട് ഡബിൾ. എരുമപ്പാൽ 1 സ്പൂണ് പാലേറ്റ് നല്ല ചായപ്പൊടി ഇട്ടിക്കാണ് ചായ കാച്ചിയാല് കജിൻ്റെ എല്ലാം കൂടി നോക്കും. പക്ഷേ എരുമന്റെ പാല് എന്ന് പറഞ്ഞാൽ ഒരു പജ്ജിന് 25 ലിറ്റർ കറക്കുമ്പോൾ എരുമക്ക് 10 ലിറ്റർ ഉണ്ടാവും. അത്രക്ക് വ്യത്യാസമുണ്ട്. ആൾക്കാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എരുമാളത്തിന് അതിന് വെള്ളവും തടിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് പോകണം. വെള്ളത്തിന് ഇപ്പോൾ ഈ വേനൽക്കാലം വന്നാൽ ചില പേരകളിലൊക്കെ വെള്ളത്തിന് നമ്മൾ കീഴ്ക്കേണ്ടി വരും. ഈ പൈപ്പ് വെള്ളമല്ലേ വരുന്നത്. അപ്പോൾ എരുമാളെ വളർത്തിക്കാണ്ടത് മുതലാക്കാൻ കഴിയൂല, വെള്ളത്തിലിടാൻ കഴിയൂല. അപ്പോൾ അത് പോയി എരുമാളെ ഒഴിവാക്കും. പക്ഷെ എരുമപ്പാല് തൈരിനും നെജ്ജിനും അല്ല പാലിനും ഇതിനൊക്കെ ചായ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. നന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു സംഗതി കിടക്കണ്ടേ. പശുക്കളാണ്. പശുക്കളാണ് ഈ 8 ദിവസം കൂടുമ്പോൾ വെള്ളം നനച്ചാലും കുറേശ്ശേലും കിട്ടും. എരുമള അത് പറ്റൂല. എരുമള ഇടക്ക് വെള്ളം നനയ്ക്ക് തന്നെ വേണം. എരുമളേ ഇടക്ക് വെള്ളം നനയ്ക്ക് തന്നെ വേണം. അതാണ് ഈറ്റപ്പോൾ എരുമക്ക് കുറച്ചുകൂടി കൂടി കൊടുക്കേണ്ടി വരും. ഇപ്പം ഒരു പജ്ജിന് ഒരു 3-8 വൈക്കോലോട് ഒരു പജ്ജ് ഒരാഴ്ച കൊടുക്കണ എരുമക്ക് 4 ദിവസം കൊടുക്കാൻ പറ്റും. എരുമ അത്രയും തിന്ന്. ഏറ്റവും നല്ലത് പിന്നെ ജെയ്സി പജ്ജ്. ജെയ്സി ആയാൽ ഒരു കുഴപ്പമൊന്നും വരില്ല. എച്ചപ്പയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എച്ചപ്പിൽ പല സൈസും ഉണ്ട്. ഇപ്പൊ കുഞ്ഞിക്കോയ അറിയുന്നതിന് ഇപ്പൊ പേര് ഒക്കെ ഒരു 4 ആൾക്ക് 4 പേരിന് വെച്ചാൽ 4 ആൾ 4 മട്ടയിക്കാറ് പറഞ്ഞില്ലേ. 4 ആൾ 4 മട്ടയിക്കാറ്. അന്ന പരത്തിന് പൈക്കളും അതിന് പലതും പല മട്ടമാണ്. ചിലവര് കായിന്റെ ആക്കം നോക്കാണ്ട് കിണ്ടി കറന്ന ഒഴിച്ചാത്ത് നോക്കി പോകും. നമുക്ക് ഈ 4 ചന്തന്റെ പിന്നെ കുറെ കന്ന് വേണം. പിന്നെ മുതൽ വാങ്ങി
ഒറ്റമുള്ളലുണ്ട്, ഫുള്ള് ചന്തക്ക് ഫുള്ള് കണ്ണുണ്ട്, ഫുള്ള കണ്ണുണ്ട്, മാനക്കാണ് പിന്നെ വാങ്ങാന്. ഇപ്പൊ എല്ലാ 4 ചന്ത ഉണ്ട്, 4 ഫുള്ള് ചന്ത ഒക്കെ ആൾക്ക് വാങ്ങി. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും കച്ചവടം വരും, കച്ചവടക്കാരെ